أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ومن الناس من يجادل في الله بغير علم ولا هدى ولا كتاب منير. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1066 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ എ.ഐ. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ثاني عطفه ليضل عن سبيل الله له في الدنيا خزي ونذيقه يوم القيامة عذاب الحريق. ذلك بما قدمت يداك وأن الله ليس بظلام للعبيد. صدق الله العلي. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. പുനരുത്ഥാനത്തിന്റെ കാര്യത്തിൽ സംശയാലുക്കളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഘട്ടങ്ങളെക്കുറിച്ചും ഒരു തിരിച്ചറിവുള്ളവരാവേണ്ടതുണ്ട് എന്നാണ് നമ്മൾ പിന്നിട്ട ഭാഗത്ത് അല്ലാഹു ചൂണ്ടിക്കാണിക്കുകയുണ്ടായത്. നിശ്ചയമായിട്ടും നാം നിങ്ങളെ സൃഷ്ടിക്കുകയുണ്ടായത് മണ്ണിൽ നിന്നാണ്. പിന്നെ നിങ്ങളുടെ വംശ പരമ്പരയെ നാം നിലനിർത്തുകയുണ്ടായത് ഇന്ദ്രിയത്തുള്ളിയിൽ നിന്ന്, വേദസ്കണത്തിൽ നിന്ന്, അതുപോലെ ഒട്ടിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഒരു തന്തുവിൽ നിന്ന്, രൂപം എടുത്തതും രൂപമെടുക്കാത്തതുമായ മാംസപിണ്ഡങ്ങളിൽ നിന്ന്, ഈ വിധത്തിലൊക്കെയാണ് നാം നിങ്ങളുടെ പല ഘട്ടങ്ങളിലൂടെയായിട്ട് നിങ്ങളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഗർഭപാത്രത്തില് നാം ഉദ്ദേശിക്കുന്ന ബീജങ്ങളെയാണ് തങ്ങാൻ നാം അനുവദിക്കുകയുണ്ടായത്. പിന്നീട് നിങ്ങളെ ഒരു ശിശുവായിട്ട് പുറത്തു കൊണ്ടുവരികയും ചെയ്തു. മനുഷ്യ സൃഷ്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പല ഘട്ടങ്ങളെയും പരാമർശിച്ചുകൊണ്ട് അതൊക്കെ തന്നെ നാം രൂപകൽപ്പന ചെയ്ത വിധത്തിൽ നിർവഹിക്കപ്പെട്ടതാണ്. അതേപോലെ സത്യമായി പുലരാനുള്ള കാര്യമാണ് പുനരുത്ഥാനം എന്ന കാര്യമാണ് പിന്നിട്ട ഭാഗത്ത് ചൂണ്ടിക്കാണിക്കപ്പെട്ട പ്രധാനമായൊരു സംഗതി. വ്രതപ്രായമായി
ഉണങ്ങി വരണ്ട് കിടക്കുന്ന ഭൂമിയിൽ മഴ വർഷിച്ചുകൊണ്ട് അതിനെ ഹരിതാപമാക്കുന്ന ഒരു പ്രക്രിയ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. നാം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത് എന്നാണ് അള്ളാഹു അതേ പരാമർശിച്ചുകൊണ്ട് പറയുകയുണ്ടായത്. ഈ രണ്ട് കാര്യങ്ങളും മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഉണ്മയെയും ഏകത്വത്തെയും ഊന്നി പറയുകയാണ് പിന്നിട്ട ഭാഗത്ത്. നിശ്ചയമായിട്ടും അള്ളാഹു അള്ളാഹുവാണ് പരമമായ യാഥാർത്ഥ്യം. അവനാണ് മരിച്ചവരെ ജീവിപ്പിക്കുന്നതും എല്ലാറ്റിനും കഴിവുള്ളവനുമായവൻ. അതേപോലെ അന്ത്യസമയം തീർച്ചയായിട്ടും വന്നു ചേരുക തന്നെ ചെയ്യും, അതിൽ യാതൊരു സംശയവുമില്ല. ഖബറിടങ്ങളിലുള്ള കുഴിമാടങ്ങളിലുള്ള സകലരെയും അള്ളാഹു പുനരുജ്ജീവിപ്പിച്ച് പുറത്തു കൊണ്ടുവരും എന്നുകൂടിയാണ് അള്ളാഹു അവിടെ പറഞ്ഞു വെക്കുകയുണ്ടായത്. ഈ അടിസ്ഥാനപരമായ കാര്യങ്ങളെ ബോധ്യപ്പെടാൻ ആവശ്യമായിട്ടുള്ള തെളിവുകളും യുക്തിക്ക് നിരക്കുന്ന, യുക്തിക്ക് ബോധ്യപ്പെടുന്ന പിൻബലവും അവതരിപ്പിച്ചതിന് ശേഷം അള്ളാഹു മക്കയിലെ ചില ആളുകളുടെ നിലപാടുകളെ നേരെയാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ അടങ്ങിയിട്ടുള്ളത് മക്കയിലെ ചില ആളുകൾ എടുത്തിരുന്ന നിലപാടുകളെ കുറിച്ചുള്ള നിരീക്ഷണമാണ്. വമിനന്നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദം വലാ കിതാബിൻ മുനീർ. ജനങ്ങളുടെ കൂട്ടത്തില് അള്ളാഹുവിനെ കുറിച്ച് തർക്കത്തിൽ ഏർപ്പെടുന്നവരുണ്ട്. അള്ളാഹുവിനെ കുറിച്ച് തർക്കിക്കുന്ന ചില ആളുകൾ. ആ ആളുകളുടെ പ്രത്യേകത, ഒന്ന്, അവർക്ക് സ്വയം ആർജിച്ചിട്ടുള്ള അറിവില്ല. ബിഗൈരി ഇൽമിൻ, മനുഷ്യന്റെ അനുഭവങ്ങളിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും ഒക്കെയായി ആർജിച്ച ജ്ഞാനത്തെയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നതെന്ന് കാണാൻ കഴിയും. വലാഹുദൻ, ദൈവികമായ മാർഗദർശനവും അവർക്ക് ലഭിച്ചിട്ടില്ല. വലാ കിതാബിൻ മുനീർ, വെളിച്ചം പ്രസരിപ്പിക്കുന്ന ഒരു ഗ്രന്ഥവും അവരുടെ കയ്യിലില്ല. ഈ മൂന്ന് ന്യൂനതകളുള്ള ആളുകളാണ് അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ചില ആളുകൾ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. എഴുത്തും വായനയും പഠിക്കുകയോ വിദ്യാഭ്യാസം നേടുകയോ ഈ ഭൗതിക പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ആഴത്തിലുള്ള ജ്ഞാനം കരഗതമാക്കുകയോ ചെയ്തിട്ടില്ലാത്ത ആളുകൾ. അവര് ജ്ഞാനമുള്ള ആളുകളല്ല, ജ്ഞാനികളല്ല. വലാഹുദൻ, അവർക്ക് മാർഗദർശനവും നൽകപ്പെട്ടിട്ടില്ല. മാർഗദർശനം ലഭിച്ച ഒരാള് എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള യാതൊന്നും അവരുടെ കയ്യിലില്ല. അതേപോലെ വെളിച്ചം പകർന്നു നൽകുന്ന, പ്രകാശം പരത്തുന്ന ഒരു ഗ്രന്ഥവും അവരുടെ കയ്യിലില്ല. അപ്പൊ മൂന്ന് വ്യത്യസ്തമായ കാര്യങ്ങളെയാണ് അള്ളാഹുവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. ഒന്ന്, മനുഷ്യന്റെ ബുദ്ധിയും അറിവും കഴിവും അതുപോലെ നൈപുണ്യവും ഒക്കെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അവൻ ആർജിച്ചിട്ടുള്ള, അവന് നേടുന്ന ഒരു ലോക പരിചയത്തിൽ നിന്നുള്ള അറിവാണ്. അത് അവന്റെ അനുഭവത്തിലൂടെയും നിരീക്ഷണത്തിലൂടെയും ഒക്കെ ആർജിക്കുന്ന ഒരു കാര്യമാണ്. അതാണ് ആദ്യമായി സൂചിപ്പിച്ച ഒരു സംഗതി. ബിഗൈരി ഇൽമ്, എല്ലാ കോണ്ടെക്സ്റ്റിലും ഇൽമിന് ആ സൂചന അല്ല ഖുർആൻ നൽകുന്നത്. ഇവിടെ ഹുദ വേറെ പറഞ്ഞത് കൊണ്ടാണ് ഇൽമ് എന്നത് ഈ നിലക്ക് നമ്മൾ മനസ്സിലാക്കാൻ പ്രേരിതരാവുന്നത്. ജനങ്ങളുടെ കൂട്ടത്തില് ഇങ്ങനെ ഒരു വിഭാഗം ആളുകളുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാള്. അവര് യുജാദിലു ഫില്ലാഹി, അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ബിഗൈരി ഇൽമിൻ, യാതൊരു അറിവുമില്ലാത്ത അവസ്ഥയിൽ തന്നെ. വലാഹുദൻ, മാർഗദർശനം ലഭിച്ചിട്ടുമില്ല. വലാ കിതാബി മുനീർ,
വെളിച്ചം പകരുന്ന ഒരു ഗ്രന്ഥവും അവരുടെ കയ്യിലില്ല. അപ്പൊ രണ്ടാമതും മൂന്നാമതും പറയുന്ന സംഗതികൾ ഹുദയും കിതാബും മുനീറും, അത് പ്രവാചകന്മാരിലൂടെ ലഭ്യമാവുന്ന മാർഗദർശനമാണ് സൂചിപ്പിക്കപ്പെടുന്നത്. ഒരു ഹാദിയായിട്ട്, ഒരു മഹദിയായി, ഒരു വഴികാട്ടിയായി അവരുടെ ഇടയിൽ ഒരാളും ഇല്ല. അങ്ങനെ ഒരു ഹുദ കിട്ടിയവൻ എന്ന് പറയാൻ അവരെ കുറിച്ച് പറ്റുകയില്ല. അതുപോലെ ഇനി ഹുദ നൽകുന്ന ഒരു ഹാദി അവർക്കിടയിലില്ലെങ്കിലും മാർഗദർശനം നൽകുന്ന, വെളിച്ചം പകരുന്ന ഒരു ഗ്രന്ഥമുണ്ട് അവരുടെ കയ്യിൽ എന്ന് പറയാനും വയ്യ. ഈ മൂന്ന് ന്യൂനതകളും ഉള്ള അവസ്ഥയിൽ തന്നെ അവര് സംസാരത്തിലൊക്കെ ഭയങ്കരമായിട്ടുള്ള ആത്മവിശ്വാസം കാണിച്ചുകൊണ്ട് തർക്കത്തിൽ ഏർപ്പെടുകയാണ്. ഭൗതികമായ വിധത്തിൽ അവർ ജ്ഞാനം ആർജിച്ചിട്ടില്ല, പ്രവാചകന്മാർ മുഖേന മാർഗദർശനം ലഭിച്ചിട്ടില്ല, അതുപോലെ ഒരു വേദഗ്രന്ഥത്തിന്റെ, വെളിപ്പാട് പുസ്തകത്തിന്റെ വെളിച്ചവും അവർക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ തർക്കത്തിന് ഒരു കുറവുമില്ല. ഇതാണ് അവരുടെ അവസ്ഥ. വമിനൻ നാസി മൻ യുജാദിലു ഫില്ലാഹി ബിഗൈരി ഇൽമിൻ വലാ ഹുദൻ വലാ കിതാബിൻ മുനീർ. ഈ മൂന്ന് ന്യൂനതകളും ഇരിക്കെ തന്നെ അള്ളാഹുവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ തർക്കിച്ചു കൊണ്ടിരിക്കുന്ന ചിലര് ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. സാനിയ എഴുത്തഫിഹി, അവന്റെ പെരടി ഇങ്ങനെ ഒടിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ കഴുത്ത് ഞെട്ടിച്ചുകൊണ്ടിരിക്കും. ഒരു മാനറിസത്തെയാണ് അള്ളാഹുവിടെ സൂചിപ്പിക്കുന്നത്. അഹന്ത നിഴലിക്കുന്ന, അഹന്ത അല്ലെങ്കിൽ ധിക്കാരം ഒക്കെ പ്രകടമാക്കുന്ന വിധത്തിലുള്ള ഒരു മാനറിസം. നമുക്ക് അങ്ങനെയുള്ള ചില മാനറിസംസ് ആളുകളുടെ പെരുമാറ്റത്തില്, സംസാരത്തില്, മുഖഭാവങ്ങളിലൊക്കെ കാണാൻ കഴിയും. മറ്റുള്ളവരെ ഗൗനിക്കാത്ത, തന്റെ മുന്നിലേക്ക് എത്തിക്കപ്പെട്ടിട്ടുള്ള മാർഗദർശകമായ കാര്യങ്ങളെ മുഖവിലേക്ക് എടുക്കാത്ത, അതിനെയൊക്കെ നിസ്സാരമായി വളരെ അപ്രസക്തമായ വിധത്തില് കാണുന്ന ഒരു ശരീരചേഷ്ടയാണത്. ശരീരത്തിന്റെ ഒരു ഭാവം, അതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഒരു ശരീരഭാഷയിലൂടെയുള്ള ഒരു അഹന്തയും അതുപോലെ തന്നെ പുച്ഛിക്കലും ഒക്കെ പ്രകടിപ്പിക്കുന്ന ഒരു ജെസ്ചർ, ശരീരത്തിന്റെ ഒരു ആംഗ്യമാണ്. അപ്പൊ ഇയാള് ചെയ്യുന്നത് അങ്ങനെയാണ്. സാനിയ എഴുത്തഫിഹി, അവന്റെ കഴുത്ത് അല്ലെങ്കിൽ അവന്റെ പിരടി അവനിങ്ങനെ ഞെട്ടിച്ചുകൊണ്ടിരിക്കും, അതിങ്ങനെ തിരിച്ചുകൊണ്ടിരിക്കും. അത് വ്യത്യസ്തമായ ഒരു കൾച്ചറലായ പശ്ചാത്തലത്തിലുള്ള നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അത് അത്ര പരിചയമുള്ള ഒരു സംഗതി ആയിക്കൊള്ളുന്നില്ല. ലോകത്ത് വ്യത്യസ്തമായ ശരീരഭാഷയാണ് ആളുകൾ പ്രകടിപ്പിക്കാറുള്ളത്. ഒരേപോലെയല്ല. അതെ എന്ന് മലയാളികള് തലകൊണ്ട് കാണിക്കുന്ന വിധത്തിലല്ല അതെ എന്ന് അറബികൾ കാണിക്കാറുള്ളത്. യൂറോപ്യന്മാര് അതിൽ നിന്നും വ്യത്യസ്തമായ മറ്റൊരു രീതിയിലാണ് അത് പ്രകടിപ്പിക്കാറുള്ളത്. അപ്പോ ഈ ആയത്തുകൾ അവതരിച്ച പശ്ചാത്തലത്തിലുള്ള ആ സമൂഹത്തില് ആളുകള് നിസ്സാരമായി കാണുന്നതിന്, പുച്ഛിക്കുന്നതിന്, അല്ലെങ്കിൽ വില കുറച്ചും അപ്രധാനമായിട്ടും ഒക്കെ കാണുന്നതിന് കാണിക്കുന്ന ഒരു ശരീരഭാഷയാണ് അള്ളാഹുവോട് സൂചിപ്പിക്കുന്നതെന്ന് കാണാൻ കഴിയും. അങ്ങനെ ഒരുവൻ ജനങ്ങളുടെ കൂട്ടത്തിലുണ്ട്. ഒരാള് എന്നാവണമെന്നില്ല, ആ സ്വഭാവ ഗുണങ്ങൾ കാണിക്കുന്ന പലരും. സാനിയ എഴുത്തുഫിഹി, അവന്റെ പെരടി അല്ലെങ്കിൽ കഴുത്ത് അവൻ തിരിച്ചുകൊണ്ടിരിക്കുന്നു. സബീലില്ല, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കുന്നതിന് വേണ്ടി. ലഹു ഫി ദുനിയ ഖിസിയുൻ, അവന് ഈ ഭൗതിക ലോകത്ത് നിന്ദ്യതയാണ് വിധിച്ചിട്ടുള്ളത്. അവനെ തേടി വരാനിരിക്കുന്നത് നിന്ദ്യതയാണ്. വനുദീഖുഹു യൗമൽ ഖിയാമത്തി
അദാബൽ ഹരീഖ്, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ, ഖിയാമത്ത് നാളിൽ നാം അവനെ കരിച്ചു കളയുന്ന ശിക്ഷ അനുഭവിപ്പിക്കും. വനുദീഖുഹു, നാം അവനെ ആസ്വദിപ്പിക്കും, അനുഭവിപ്പിക്കും. യൗമൽ ഖിയാമത്തി, അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ. അദാബൽ ഹരീഖ്, പൊള്ളുന്ന, കരിച്ചു കളയുന്ന ശിക്ഷ. കരിച്ചു കളയുന്ന അല്ലെങ്കിൽ പൊള്ളുന്ന ശിക്ഷ അന്നാളിൽ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നാം അവനെ അനുഭവിപ്പിക്കും. എന്താണ് അതിന് കാരണം? ദാലിക ബിമാ ഖദ്ദമത് യദാക എന്നാണ് അവനോട് പറയപ്പെടുക ആ ഘട്ടത്തിൽ. ഇതേ നിന്റെ കരങ്ങൾ മുൻകൂട്ടി ചെയ്തതിനുള്ള പ്രതിഫലമാണ്, അതിന്റെ ഫലമായിട്ടുള്ളതാണ് എന്നാണ് അവനോട് ആ ഘട്ടത്തിൽ പറയപ്പെടുക. ദാലിക ബിമാ ഖദ്ദമത് യദാക, ഇതിൽ അഭിസംബോധനം മാറിയിട്ടുണ്ട്. നമ്മൾ പിന്നിട്ട് 2 ആയത്തുകളിൽ തേർഡ് പേഴ്സണിലാണ് പറയുന്നതെങ്കിൽ ഈ 3-ാമത്തെ ആയത്തില് നേരിട്ട് ഇയാളോട് അഭിസംബോധന ചെയ്യുന്ന വിധത്തിലാണ് പറയുന്നത്. ദാലിക ബിമാ ഖദ്ദമത് യദാക, നിന്റെ ഇരു കരങ്ങളും മുൻകൂട്ടി ചെയ്തു വെച്ചതിനുള്ള അതിന്റെ ഫലമായിട്ടുള്ളതാണ് ഇത് എന്നാണ് ആ ഘട്ടത്തിൽ അവനോട് പറയപ്പെടുക. വഅന്നല്ലാഹ ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, ഒരു കാര്യം കൂടി പറയപ്പെടും. തീർച്ചയായിട്ടും അള്ളാഹു തന്റെ അടിമകളോട് അതിക്രമം ചെയ്യുന്നവനെ അല്ല. ഇത് നിന്റെ അർഹത, നീ ചോദിച്ചു വാങ്ങിയത്, നീ ചെയ്തു കൂട്ടിയതിനുള്ള ഫലമായിട്ട് കിട്ടിയത് ആണ്. അള്ളാഹു തന്റെ അടിമകളോട് ഒരു ദ്രോഹവും ചെയ്യുന്നവനല്ല എന്നുകൂടി പറയുകയാണ് ആ ഘട്ടത്തില് അത്തരം ഒരാളോട്. ഏതെങ്കിലും ഒരാളെ പരാമർശിച്ചുകൊണ്ടാകാം, അതല്ലെങ്കിൽ ഈ ഒരു നിലപാട് എടുത്തിരുന്ന പല ആളുകളും ആ ഘട്ടത്തില് മക്കയിലും പരിസരത്തൊക്കെ ഉണ്ടായിരുന്നതിലേക്ക് സൂചന നൽകുന്നതാവാം. ഏതെങ്കിലും ഒരു വ്യക്തിയെ പ്രത്യേകമായി പരാമർശിച്ചുകൊണ്ടുള്ള വിവരണം കാണാൻ പറ്റിയിട്ടില്ല, പലരും ആവാം ഈ ആയത്തുകളുടെ പരാമർശത്തിൽ വരുന്നത്. എന്തായാലും ജനങ്ങളുടെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്ന ചിലരുണ്ട്. അവർ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കിക്കുകയാണ്. അള്ളാഹു സൃഷ്ടിപ്പ് നടത്തിയതിനെ കുറിച്ചും മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞതിനെ കുറിച്ചും ഇനി മനുഷ്യൻ പുനരുജ്ജീവിപ്പിക്കപ്പെടാൻ പോകുന്ന ബഅസിന്റെ, പുനരുത്ഥാനത്തിന്റെ ഒരു നാള് വരാനിരിക്കുന്നു എന്നതിനെ കുറിച്ചും പ്രവാചക ദൗത്യത്തിനെ കുറിച്ചും ഒക്കെയുള്ള സംസാരത്തില് അവര് തർക്കത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. തർക്കിക്കുന്നവന് പ്രാഥമികമായിട്ട് ആ തർക്കിക്കുന്ന വിഷയത്തില് എന്തെങ്കിലും അടിത്തറയുള്ള ജ്ഞാനം ആവശ്യമാണ്, അറിവ് ആവശ്യമാണ്. അങ്ങനെ ഒരു അറിവും ഇയാൾക്ക് ലഭിച്ചിട്ടില്ല. ഭൗതിക ലോകവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അനുഭവ സമ്പത്തിലൂടെയോ വിദ്യാഭ്യാസത്തിലൂടെയോ ഒന്നും ഇയാൾക്കൊന്നും ആർജിക്കാൻ പറ്റിയിട്ടില്ല. ദൈവിക മാർഗദർശനം ലഭിച്ചിട്ടുണ്ട് എന്നും പറയാൻ വയ്യ. ഇനി വായിച്ചു പഠിച്ച് മനസ്സിലാക്കി വിജ്ഞനാവാൻ സാധിക്കുന്ന വിധത്തിൽ അവരുടെ കയ്യിൽ വല്ല വേദഗ്രന്ഥവും ഉണ്ടോ? അതും ഇല്ല. ഈ 3 സാധ്യതകളും ഇല്ലാതെ തന്നെ അള്ളാഹുവിന്റെ കാര്യത്തിൽ തർക്കത്തിൽ ഏർപ്പെടുകയാണ് ഈ ആളുകൾ. എന്നാലോ അതിന്റെ അഹങ്കാരം കുറച്ചൊന്നുമല്ല. ഇടക്കിടക്ക് ഇങ്ങനെ കഴുത്ത് ഞെട്ടിക്കുന്ന, പെരടി ഞെട്ടിക്കുന്ന വിധത്തിലാണ് അവന്റെ ശരീരചേഷ്ട. അഹങ്കാരം കാണിക്കുന്ന, മറ്റുള്ളവരെ നിസ്സാരരായി കാണുന്ന, അപ്രസക്തരും അപ്രധാനരുമായി കാണുന്ന ഒരു ശരീരഭാഷ പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഈ ആള് അള്ളാഹുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ തർക്കത്തിൽ ഏർപ്പെടുന്നത്. എന്നാൽ അവന് എന്താണ് നാം ഒരുക്കി വെച്ചിരിക്കുന്നത്? സബീലില്ല, അവന്റെ താല്പര്യം ഇത് മാത്രമാണ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് പിഴപ്പിക്കണം എന്നതാണ്. ആളുകളെ സത്യമാർഗത്തിലേക്ക്, ഹിദായത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിന്റെ ദൂതൻ.
എന്നാൽ ഈ ആള് ഉദ്ദേശപൂർവം ജനങ്ങളെ വഴിപിഴപ്പിക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഇയാളും ഇയാളെ പോലെയുള്ള മറ്റാളുകളും ഈ വിധത്തിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അയാൾക്ക് വന്നു ചേരാനിരിക്കുന്ന ഭൗതിക ലോകത്ത് തന്നെ വന്നു ചേരാനിരിക്കുന്ന വിധി എന്താണ്? ലഹു ഫിദ്ദുനിയ ഖിസിയ്യുൻ, അപമാനമാണ്, നിന്ദ്യതയാണ്, മാനഹാനിയാണ് ഈ ഭൗതിക ലോകത്ത് തന്നെ അയാളെ കാത്തിരിക്കുന്നത്. അയാളുടെ കാലത്ത് തന്നെ അയാൾക്ക് അനുഭവിച്ചറിയാൻ പറ്റുന്ന ഖിസിയ്, അപമാനം, നിന്ദ്യത അയാൾ അനുഭവിക്കേണ്ടി വരും. വനുദീഖുഹു യൗമൽ ഖിയാമത്തി, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളിൽ നാം അവനെ ആസ്വദിപ്പിക്കും. അദാബൽ ഹരീഖ്, ഹരീഖിന്റെ ശിക്ഷ, നരകശിക്ഷയാണ്, കരിച്ചു കളയുന്ന ശിക്ഷ. ഈ ഹരീഖ് എന്നുള്ള വാക്കിനെ കുറിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. മലയാളത്തിലെ ഹരീഖ്, കരിക്കുക എന്ന വാക്ക് വന്നിട്ടുള്ളത് തന്നെ ഈ പദത്തിൽ നിന്നാവാൻ വലിയ സാധ്യതയുണ്ട്. ഭാഷാപരമായ ഈ ട്രാൻസ്ഫോർമേഷൻസ് സംഭവിച്ചുകൊണ്ട് ഒരു ഭാഷയിൽ നിന്ന് മറ്റു ഭാഷകളിലേക്ക് പദങ്ങൾ അങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും, അർത്ഥത്തിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ വരും. ഈ മാറ്റങ്ങൾ വിലയിരുത്തുമ്പോൾ ഈ വാക്ക് ഹരീഖ് എന്നത് മലയാളത്തിലെ കരിക്കുക എന്നതിന്റെ ഒരു സോഴ്സ് വേർഡായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അന്ത്യനാളിൽ, ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ നാം അവനെ കരിച്ചു കളയുന്ന നരകശിക്ഷ അനുഭവിപ്പിക്കുകയും ചെയ്യും. ഭൗതിക ലോകത്ത് അവന് മാനഹാനിയാണുള്ളത്, നിന്ദ്യതയാണുള്ളത്, അതുപോലെ വലിയ പരിഹസിക്കപ്പെടാൻ കാരണമാവുന്ന, പരിഹാസപാത്രമാകുന്ന ഒരു അനുഭവമാണ് അവനെ കാത്തിരിക്കുന്നത്. എല്ലാ ധിക്കാരികളും അവരുടെ ഒടുക്കം അങ്ങനെയാണ്. അഹന്തയോടുകൂടി അള്ളാഹുവിനെയും അവന്റെ ദൂതനെയും അവഗണിക്കുകയും അവരോട് ധിക്കാരപരമായി പെരുമാറുകയും ചെയ്യുന്നു എന്നതിന് പുറമെ മനുഷ്യരെ തന്നെ വളരെ അപ്രധാനരായി കണ്ടുകൊണ്ട്, അവരെ നിസ്സാരരായി കണ്ടുകൊണ്ട് പെരുമാറുകയും സംസാരിക്കുകയും ചെയ്യുന്നു എന്നതാണ് അവരുടെ പ്രത്യേകത. അത്തരം ആളുകൾ വലിയ നിന്ദയാണ്, മാനഹാനിയാണ് അവരുടെ ഭൗതിക ലോക ജീവിതത്തിൽ തന്നെ ഏറ്റുവാങ്ങാനിരിക്കുന്നത്. ചരിത്രത്തിൽ ഒരുപാട് അങ്ങനെയുള്ള നിലപാടുകൾ കാണിച്ച പലരുടെയും കഥകൾ നമുക്ക് കാണാനും അറിയാനും ഒക്കെ പറ്റിയിട്ടുണ്ട്. അന്ത്യനാളിൽ ഈ ആള് അദാബുൽ ഹരീഖ് അനുഭവിക്കുകയും ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അതിന് കാരണം ഒരിക്കലും തന്നെ അള്ളാഹു അവരോട് അക്രമം ചെയ്യുന്നത് കൊണ്ടല്ല. അവരോട് പറയപ്പെടുന്നത് തന്നെ ഇങ്ങനെയാണ്, ദാലിക ബിമാ ഖദ്ദമത് യദാക, നിന്റെ ഇരു കരങ്ങളുടെയും മുൻകൂട്ടി ചെയ്തു വെച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ കാരണമായിട്ടാണ് നീ ഇപ്പോ ഇത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നാണ് ആ ഘട്ടത്തിൽ അയാളോട് പറയപ്പെടുക. അതുപോലെ തന്നെ വഅന്നല്ലാഹു ലൈസ ബിളല്ലാമിൻ ലിൽ അബീദ്, തന്റെ അബ്ദുകളോട്, ഇബാദുകളോട് ലല്ലാമാവുന്ന ഒരു പരിപാടി അള്ളാഹുവിനില്ല. അള്ളാഹു ഒരിക്കലും തന്നെ തന്റെ ഇബാദുകളോട് അതിക്രമം ചെയ്യുന്നവനല്ല. അള്ളാഹു കാരുണ്യമാണ് അള്ളാഹുവിന്റെ പ്രകൃതമായിട്ട് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഈ ആളുകൾ അവരുടെ അർഹത കാരണമായി, അവരുടെ മുൻകൂട്ടി ചെയ്തു വെച്ച അവരുടെ കർമ്മങ്ങൾ കാരണമായി കരിച്ചു കളയുന്ന ശിക്ഷ ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. അത് അള്ളാഹുവിന്റെ ക്രൂരത ഒന്നും കൊണ്ടല്ല, അള്ളാഹു അവരോട് ഏതെങ്കിലും വിധത്തിലുള്ള അക്രമം ചെയ്യുന്നത് കൊണ്ടല്ല, അവര് സ്വയം നേടിയെടുത്ത അർഹത കാരണമായിട്ടാണ് എന്നാണ് ആ ഘട്ടത്തിൽ അവരോട് പറയപ്പെടുക എന്നുകൂടിയാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തുൽ ഹജ്ജിലെ 8 മുതൽ 10 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ വായിക്കുകയുണ്ടായത്.
മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശത്രുതയും വിരോധവും ഒക്കെ കാണിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ കൂട്ടത്തിലെ ചില അഹങ്കാരികളും ധിക്കാരികളും ഒക്കെയായി വർത്തിച്ച ആളുകളെ പരാമർശിച്ചുകൊണ്ട് അവർക്ക് നൽകപ്പെടുന്ന അടുത്ത താക്കീതിന്റെ സ്വഭാവമുള്ള ഒരു മുന്നറിയിപ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത താക്കീതായിട്ട് നമുക്ക് ഈ ആയത്തുകളെ നോക്കിക്കാണാൻ സാധിക്കും. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.